അല്ല ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ അതിനെ അത്യുത്സാഹപൂർവം വളരെ കഷ്ടപ്പെട്ട് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട എന്നാണ് എൻ്റെ. എന്താ സംഭവിക്കുന്നു എന്ന് നമുക്ക് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് മൊത്തം എന്ത് സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്താം. ഒരു ഇതുപോലുള്ള ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളടുത്ത് സാങ്കേതിക വിദ്യ ഉണ്ടാവേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ലോകത്ത് വികസിത രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ഓൺ ദി സ്പോട്ട് ടൈമിലി ആക്ഷൻ നടക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. ഓരോ പരീക്ഷണങ്ങളും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉപകരണം, പിന്നെ മറ്റൊരു ഉപകരണം. സത്യത്തിൽ എല്ലാ ഉപകരണങ്ങളും ഫസ്റ്റ് ഡേ തന്നെ എത്തേണ്ടതാണ്. എന്നിട്ട് എല്ലാ വോയിസസും ഓൺ ദി സ്പോട്ട് എത്തേണ്ടതാണ്. അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വല്ല സംഭവം ഉണ്ടായാൽ ടൈം ഏറ്റവും വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് ടൈം ലൂസ് ചെയ്യാതെ നോക്കലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ് മാനേജ്മെൻറ്റ്. അതിനുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ടാവണം, നമുക്കുണ്ടാവണം എന്നുള്ളതിലേക്ക് എന്തായാലും ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മളിങ്ങനെ വാർത്തയിൽ കാണുകയാണ്, ഇന്ന് ഒരെണ്ണം പരീക്ഷ നോക്കണം, നാളെ വേറെണ്ണം പരീക്ഷ നോക്കണം. അങ്ങനെയല്ല വേണ്ടത്. എല്ലാം ഫസ്റ്റ് ഡേ തന്നെ പരീക്ഷ നോക്കണം. അതൊക്കെ ക്വിക്കായിട്ട് അവിടെ എത്തണം. പക്ഷേ അതിനുള്ള സംവിധാനം നിർഭാഗ്യവശാൽ ആ എഫിഷ്യൻസി നമുക്കില്ല. അതാണ് വസ്തുത.